അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ. വിശക്കൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ മോളെ? ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞതല്ലേ? എന്നെ കൊണ്ട് പട്ടിണി ഇരിക്കാൻ പറ്റില്ല. ആരെങ്കിലും പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. അതല്ലേ ഞാൻ പറഞ്ഞത്. നാണുള്ളവർക്ക് വീണ്ടും ചെന്ന് ഇരക്കാൻ പറ്റുമോ? അച്ഛന് പറ്റുമല്ലോ. അച്ഛൻ എവിടുന്ന നാണോ മാനോ ഒക്കെ. പട്ടിണി ഇരിക്കുകയാണെങ്കിലും അച്ഛനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു കുറവും കാണിക്കരുത്. ഇതിനൊക്കെ കാരണം നിന്റെ ഈ അമ്മയാ. അവളുടെ ഒരു മുടിഞ്ഞ ബുദ്ധി. എന്നിട്ടെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ഞാൻ ഇവിടെ ഓരോ കാര്യം ചെയ്യുമ്പോ വായും വിളിച്ച് നിൽക്കുന്ന അല്ലാതെ എനിക്ക് വേണ്ടിയോ സ്വന്തം മോൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? എന്റെ പൊന്ന് നിർമ്മലെ, വിശന്ന് കുടല് കരിഞ്ഞു നിൽക്കുമ്പോ നീ എന്റെ തലയിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ കൂടെ കൊണ്ട് വയ്ക്കല്ലേ. ഒരു നേരമല്ല, കുറച്ചു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പട്ടിണി കിടന്നോളാൻ പറഞ്ഞാ പട്ടിണി കിടക്കണം. അമ്മയ്ക്ക് വിശക്കുന്നില്ലേ? ഗൗരവം പുറത്ത് മാത്രമേ ഉള്ളൂ മോളെ, അകത്ത് നല്ല വിളിയാ. എന്റെ അമ്മ വിശന്നിട്ട് കൊടല് കരിയ ചത്തുപോവും അമ്മ. നിർമ്മലെ, വേറെ ആരോടും പറയണ്ട. കീർത്തിക്ക് വിശക്കുന്നു നീ ചെന്ന് സുമിത്രയോട് പറഞ്ഞ അവള് ഭക്ഷണം എടുത്ത് തരും. ഉറപ്പാ. അമ്മ പോയിട്ടുണ്ടെങ്കിലേ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവരും മോളെ. സുമിത്രേ, തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നെ ശിക്ഷിച്ചാ മതിയല്ലോ. ഞാനും ഉദയേട്ടനും പട്ടിണി കിടന്നോളാം. കീർത്തി വിശന്ന് കിടന്ന് കരയ. ഞാൻ അവൾക്ക് കുറച്ച് ഭക്ഷണം എടുത്ത് കൊടുത്തോട്ടെ. എന്നിട്ട് ആ പേരും പറഞ്ഞ് നിനക്കൂടി കഴിക്കാനല്ലേ? ഇല്ല അമ്മേ, അവള് കരഞ്ഞു പറഞ്ഞിട്ടാ. കരയാനും ചിരിക്കാനും അതുവഴി ചതിക്കാനും അവളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാത്തു നിൽക്കണ്ട നിർമ്മലെ. ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള ശിക്ഷയിൽ ഇളവില്ല. അച്ഛനും അമ്മയും മോളും കൂടിയേ പട്ടിണി കിടക്ക്. ഇതുവരെ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇതിനു മേലെ പോവാൻ നിങ്ങളെ ഇനി അനുവദിച്ചുകൂടാ. കാത്തു നിൽക്കണ്ട, പൊയ്ക്കോ. പോകാനല്ലടി പറഞ്ഞേ. അമ്മേ, എന്താ അമ്മേ? കിട്ടിയില്ല. വീണ്ടും കുറെ കേട്ടു. ഞാൻ ഇവിടെ കടന്ന് നില വിളിക്കും. ആ നിമിഷം ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരും. എല്ലാരും നല്ല ദേഷ്യത്തിലാ. വിശന്നിട്ട് വയ്യല്ലോ മനുഷ്യന്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കട്ട് തിന്നേണ്ടി വരുമോ? അതെ കൃഷ്ണേ, നീ ഇങ്ങനെ വേണ്ടതൊക്കെ അവൾക്ക് മേടിച്ചു കൊടുത്താലേ അവസാനം പെട്ടുപോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങളും പിന്നെ ഇതുപോലെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് നിങ്ങളോട് ആരാ വാങ്ങാൻ പറഞ്ഞേ? അതിന് കൃഷ്ണേച്ചി ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവില്ലേ? എന്റെ കാര്യങ്ങളൊക്കെ കൃഷ്ണേച്ചി നോക്കിക്കോളും. കൃഷ്ണേച്ചിയുടെ അമ്മയുടെ കാര്യം നോക്കാൻ പോലും നേരമില്ല. അതിനിടയില്ല നീ. ഒന്ന് മിണ്ട തരുന്നേ ഗോപാലമ്മ. അവക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്റെ മോക്ക് നല്ല ജോലി ഉള്ളതല്ലേ, അപ്പൊ പിന്നെന്താ? അമ്മേ, ഇതമ്മയ്ക്ക്. ഇത് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എന്നോട് തൊടണ്ടെന്ന് പറയാനോ? അതെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഇത്. ഷുഗർ അല്പം കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മധുരം ഞാൻ തൊടാൻ സമ്മതിക്കാറില്ല. അതാ ഇങ്ങനെ പറയുന്നത്.
ഇപ്പൊ കുഴപ്പമില്ലമ്മേ, 1-2 എടുത്ത് കഴിച്ചോ. കഴിക്കും. നല്ല സ്വാദുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല ബേക്കറിന്നാ വാങ്ങിച്ചേ. എന്റെ പൊന്ന് തങ്കം, കാശ് കൊടുത്ത നമുക്ക് സിറ്റിക്കകത്ത് വേണ്ടതൊക്കെ കിട്ടും. ആ അമ്മേ, നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോണം കേട്ടോ. എന്താ പറ്റിയേ? മധുരം തന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു കുഴപ്പം അതിന്റെ പിറകെ വരുമെന്ന്. എന്റെ ഗോപാല, ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയല്ലേ. എനിക്ക് ഓപ്പറേഷൻ ഒന്നും പോവണ്ട. അതേ കുറഞ്ഞുള്ള സുഖം മതി എനിക്ക്. തങ്കേച്ചി, ഇനി അവള് കരയാൻ തുടങ്ങും. വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. പറഞ്ഞോട്ടെ സുനന്ദേച്ചി, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ ജീവൻ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം. ഓ, അതും പറഞ്ഞ് കരയാൻ നിക്ക. നീ എപ്പോഴാ ജോലി കഴിഞ്ഞ് വരിക?